തിരുവല്ലത്തെ ഷെഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾ പിടിയിൽ. ഭർത്താവ് നൌഫൽ, ഭർത്തൃമാതാവ് സുനിത, ഭർത്തൃപിതാവ് നജീം എന്നിവരാണ് പിടിയിലായത്. ഇവർ രാജ്യത്തെ പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി VS അനുരാഗ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അനുരാഗ്, ഇവർ എവിടെ നിന്നായാണോ പിടിയിലായിരിക്കുന്നത്? ഡിസംബർ 26-നാണ് ഷെഹിന ഷാജിയെ വണ്ടിത്തടത്തെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനവും അതുപോലെ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ഉപദ്രവമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. ഈ പരാതിയിലാണ് ഭർത്താവ് നൌഫലിനെയും മാതാവ് സുനിതയെയും പിതാവ് നജീമിനെയും എതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയും ചെയ്തു. ഇപ്പോൾ വിവിധയിടങ്ങളിൽ ഇവർ തമിഴ്നാട്ടിലടക്കം വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയും ചെയ്തു. പോലീസ് കൃത്യമായി CCTV-കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരവെയാണ് ഇപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കട വെച്ചാണ് ഇവരെ പിടിയിലായിരിക്കുന്നത്. അതിനുശേഷം ഇവരെ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ACP ഷാജിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് വരികയാണ്. അല്പസമയത്തിനകം ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ 2 ടീമായാണ് അന്വേഷണം നടത്തിയതെന്ന് ACP വ്യക്തമാക്കി. പോലീസിന് പിടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല, ബാങ്ക് ഇടപാടുകൾ നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ പിടികൂടുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 8000 കിലോമീറ്ററോളമാണ് ഈ പ്രതികളുടെ പിന്നാലെ പോലീസ് നടന്നത് എന്നുള്ളതാണ്. പ്രതികൾക്ക് ആരെങ്കിലും സഹായം നൽകിയോ എന്നുള്ള കാര്യം പരിശോധിക്കും. കാരണം ഈ ഒളിവിൽ കഴിഞ്ഞതിനിടയിലും ഒരു ദിവസം ഇവർ തിരുവനന്തപുരത്ത് എത്തിപ്പോയി എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒളിവിൽ കഴിയാനടക്കം ആരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം, സംഘടിത കുറ്റകൃത്യം എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിനൊപ്പം ഈ സ്ത്രീധന പീഡന വകുപ്പും ചുമത്തണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇക്കാര്യം അന്വേഷണത്തിലൂടെ പരിശോധിക്കുന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോട്ട ACP ഷാജി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, VS അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്.